അളിയനാന്ന് പറഞ്ഞ ഒരുത്തണ്ടല്ലോ ഒങ്ങി വരട്ടെ, ഒരു തീരുമാനാക്കണം. എത്ര കാലാന്ന് വിചാരിച്ചിട്ട് നീ ക്ഷമിക്കുക. ഇന്നത്തോടെ ഒരു തീരുമാനാക്കണം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ ആ അതിന് ഇഞ്ഞെന്തിനാ ഇങ്ങനെ കയറ് പൊട്ടിക്കുന്നേ? ഓൻ വരട്ടെ, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കാലോ. നിങ്ങൾ മിണ്ടറ്, നിങ്ങൾ ഒരൊറ്റ വർത്താനത്തിന് പോള. ഇത് ഇത്രയും വഷളായേ. ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചില്ല. ഏടാ, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനിയൊരു അവസാനം വേണ്ടേ? അതാ ഓനല്ലേ വരുന്നേ. എന്താ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് വേണം ഇനി അറിയേ. ഓളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഓള് പ്രശ്നം എത്തിരെ പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവില്ലല്ലോ. അറിയോ 100 കൂട്ടം പ്രശ്നം ഞാൻ ഇവിടെ ഓടി വന്നത്. എനിക്ക് 100 കൂട്ടം പ്രശ്നം ഉണ്ടാവും. ഇവിടെ ഈ ഒരൊറ്റ പ്രശ്നമുള്ളൂ. അതിന്റെ തീരുമാനം ഇന്ന് അറിയണം. അതിന് മാത്രം എന്ത് ഭൂകമ്പം ഇവിടെ ഉണ്ടായി? കുടുംബം അല്ലറച്ചുള്ള പ്രശ്നം ഉണ്ടാവില്ലേ? അത് തട്ടിമുട്ടി അങ്ങ് പോയാ പോരെ. ഇനി തട്ടുവോ മുട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഓളയും കൂട്ടി ഇപ്പൊ ഇറങ്ങണേ ഇവിടുന്ന്. നിങ്ങൾ മിണ്ടറി. അപ്പൊ അളിയന്റെ തീരുമാനം അവസാനത്താണോ? ഷൈമേ പറഞ്ഞു. അളിയനാ പോലും വണ്ടിക്കാരൻ പറയട്ടാ. നീ വരുന്നുണ്ടാ? അങ്ങനത്തെ ഞാൻ പറഞ്ഞാലട്ടാ. എന്താക്കുവാനാ? എന്താണോ പറയണ്ട എല്ലാം പറഞ്ഞിട്ട് ഞാൻ മിണ്ടുവല്ല. അളിയാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്കണം. അല്ലാണ്ട് ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ലോകം ചുറ്റും പോക്കല്ല അതിന്റെ ശരി കേട്ടാ. നാട്ടില് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പണിക്ക് പോയിട്ട് ഇവളെ പോറ്റിക്കില്ലെങ്കിൽ ആ അടിച്ചിന്റെ കാലിലെ മുട്ടിയാ മുറിച്ചു കളി കേട്ടാ. അളിയാ, ആണ് എന്ന് പറഞ്ഞാല് അതിന് ഉത്തരവാദിത്വം കൂടി അർത്ഥമുണ്ട്. മനസ്സിലായോ?